നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളുമായിട്ട് അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് നിരവധി നടിമാർ അവരുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലേക്കും എടുത്തു വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വലിയ തരത്തിൽ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാം കുടുംബത്തിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ അതിലൊരു ഭീതി തോന്നുക ഏതൊരു മലയാളിയെ സംബന്ധിച്ചും സാധാരണമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ്. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് ഒരാളോ രണ്ടാളോ അല്ല ഒരുപാട് ആളുകളായി ഇത് പറയുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്ന ഒരു സിനിമാ നടി അവരുടെ ഈ ഒരു പ്രതികരണം അത് എത്രത്തോളം വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തു എന്ന് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരാൻ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്ര മേനോന്റെ സിനിമയിലായിരുന്നു. അതിനകത്ത് ചീഫ് സെക്രട്ടറി റോളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടേറിയറ്റിലായിരുന്നു എന്റെ ഷൂട്ടിങ്. അപ്പം അവിടെ തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എന്നെ പുറകിൽ നിന്ന് പെട്ടെന്ന് അപ്രശ്യമായിട്ട് ഒരാൾ പെട്ടെന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയല്ല, മലയാള ചലച്ചിത്രത്തിലെ നടന്മാർക്കെതിരെയാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അപ്പോൾ ഇവര് പറയുന്ന വിഷയം താൻ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ അത് വീക്ഷിച്ചു നിന്നു. അവരിങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു, ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു. അത് പോകുന്ന സമയത്ത് അവർ പോയി തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുന്നു. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ഇത് ഈ ഒരു സ്ത്രീക്ക് മാത്രമല്ല പല ആളുകൾക്കും ഇപ്പോൾ നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് കണ്ട അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു പെൺകുട്ടി സിനിമയിൽ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന സമയത്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് അപ്പുറത്തെ മുറിയിൽ പോയിട്ട് ആ മുടിയൊക്കെ ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിയിട്ട് തിരിച്ചു വരും, എന്നിട്ട് നമ്മൾക്ക് ഒന്നുകൂടി എടുക്കാം. അപ്പോൾ മുടി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി മുറിയിലേക്ക് കയറി അത് ശരിയാക്കുന്നതോടൊപ്പം തന്നെ പുറകെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ ഒരാൾ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, മുറുകെ പിടിക്കുന്നു. 10 മിനിറ്റ് സഹകരിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ അടുത്തൊരു ഓഫർ തരാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് ക്യാമറയും എല്ലാം തട്ടി മറിച്ചിട്ടുകൊണ്ട് അവർ അലറി വിളിച്ച് ഓടി എന്നാണ് ഈ ഒരു നടി പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മുടെ കേരളത്തിൽ സിനിമാ ഫീൽഡിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ഇപ്പോ ഇന്നത്തെ നമ്മുടെ നടൻ പൃഥ്വിരാജിന്റെ ഒരു പ്രതികരണം കേട്ടിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, അമ്മയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ അമ്മയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടോ ഇല്ലെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറയുന്നത് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പൊ ഉണ്ടായി എന്നുള്ളതിന്റെ കാരണം എന്താണ്? കാരണം രേഖാമൂലം അമ്മയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പലരും കൊടുത്തിട്ടുണ്ട്. മെയിൽ വഴിയെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങൾക്ക് ഇന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിലൊരു നടപടി വേണമെന്നുള്ള, അല്ലാതെ ഇന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന്. പക്ഷെ ഇതിലൊന്നും ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ എല്ലാത്തിലും മൗനം പാലിച്ചിരിക്കുന്ന ഒരു ആളുകളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ഇതുപോലുള്ള ആളുകൾ ഒരു പ്രതികരണമായിട്ട് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്നും ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നടന്മാരും ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ പ്രതിയാണെന്നൊക്കെ ഇവർ പറയുന്ന ആളുകൾ ആരും തന്നെ ഇതുപോലെ പോയിട്ട് ഒരു പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എന്തോ ഒരു പ്രതിസന്ധി ഈ പറയുന്ന നടന്മാരെല്ലാവരും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് തങ്ങൾ അതൊക്കെ മറന്നുപോയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത് മറന്നുപോയോ എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ ഈ അമ്മയിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ കൂടെ കിടന്നാൽ മാത്രമേ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല, നിങ്ങൾ ഇനി ഒരു സിനിമയിൽ അഭിനയിക്കില്ല. അപ്പോൾ ഇത് പറയുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ നടനാണ്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് പ്രമുഖ നടൻ മാത്രമല്ല, അദ്ദേഹം എല്ലാ മേഖലയിലുമുള്ള ഒരു വ്യക്തി കൂടിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഈ തെളിവുകൾ പോലീസ് എടുക്കണം. ആ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നിയമത്തിന് മുന്നിൽ വന്നുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ഇവർ തന്നെയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതാണ് പറയുന്നത്. അപ്പോൾ പൃഥ്വിരാജ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, കുറച്ച് വാക്കുകളുണ്ട്. വാക്കുകൾ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അമ്മ ഇതുപോലെ നടപടി എടുത്തിട്ടില്ല, അതിൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്ന് പറയുന്നു.
അതോടൊപ്പം ഒരു പവർ ടീം മലയാള സിനിമാ രംഗത്തുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തെ സംബന്ധിച്ച് പൃഥ്വിരാജ് പറയുന്ന ഒരു മറുപടിയാണ്. അത് വ്യക്തമാണ്. നമ്മൾ പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കെതിരെ നിലകൊള്ളുകയും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പുള്ളിക്കാരൻ പറയുന്ന നിലപാട് കൃത്യമാണ്, വ്യക്തമാണ്, അതിലൊരു തർക്കമില്ല. ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ മലയാള സിനിമയുടെ ഉള്ളിൽ നിന്നുണ്ടാകണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒറ്റ വിഷയം മാത്രമാണ്. പവർ ടീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് മുന്നേ എനിക്കൊറ്റ കാര്യം പറയാനുള്ളത്, എനിക്ക് ഒരു പവർ ടീമിന്റെയും ഭാഗത്തു നിന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പവർ ടീം ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചറിയാനുള്ള ഒരു സാഹചര്യം എന്നിൽ ഉണ്ടായിട്ടില്ല. അപ്പോ എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പവർ ടീം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഈ പവർ ടീം എനിക്ക് അനുഭവമില്ലാത്ത സമയത്ത് മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് ഞാൻ എങ്ങനെ പൂർണ്ണമായിട്ടും അതിനെ വ്യാഖ്യാനിക്കാൻ എനിക്ക് സാധിക്കും? അപ്പൊ ആ രീതിയിലേക്ക് കൃത്യമാണ്, ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അത് അതിനോടുള്ള ഒരു താല്പര്യമുള്ള, അല്ലെങ്കിൽ കണ്ടെത്താൻ ആരൊക്കെയാണോ മാധ്യമ പ്രവർത്തകർക്ക് അതിനോട് താല്പര്യമുണ്ടോ, സാധാരണ ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതേ താല്പര്യക്കാരനാണ് താനുമെന്നും ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് കൃത്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ടീം ഉണ്ട് എന്നുള്ളത് തനിക്ക് അനുഭവമില്ലെങ്കിലും മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അത് അന്വേഷിച്ചത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഇതേ അമ്മയുടെ ഉള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് തന്നെ വരുമ്പോൾ അതൊക്കെ വലിയ സ്വീകാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജഗദീഷ് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേവലം വെറുതെ ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ നിരന്തരമായിട്ട് പറയും ഓരോ അഭിപ്രായങ്ങൾ. അവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതിനെ പൂർണ്ണമായിട്ടും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കി പരിഹസിച്ച് പോകുന്ന ഒരു നിലപാട് അമ്മയിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതൊന്നും ഇനി വേണ്ട. അത് എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്ന വിഷയം സ്ത്രീ ജനങ്ങളുടെ സുരക്ഷിതത്വം സിനിമാ മേഖലയിൽ മാത്രമാണോ എന്നുള്ളത് കൂടിയുണ്ട്. അത് ഒറ്റ വിഷയം നമ്മൾക്ക് പറയാം, പല മേഖലകളിലും ഇതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചൂഷണങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. മുതലാളിമാരുടെ ഭാഗത്തു നിന്നും മറ്റ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെയുള്ള ലൈംഗിക ചൂയോട് കൂടിയിട്ടുള്ള സംസാരങ്ങൾ, മറ്റ് പ്രതികരണങ്ങൾ, തൊടൽ പിടിക്കൽ, ഇതുപോലെ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ നിരന്തരമായിട്ട് വരുന്നു. ഇത് വലിയ രീതിയിൽ കൂടുതലാണ് സിനിമാ മേഖലയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആരുടെ ഭാഗത്ത് നിലകൊള്ളണം അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് നിലകൊള്ളണ്ട എന്നൊക്കെ നോക്കുമ്പോൾ ഒറ്റ വിഷയം മാത്രമാണ്, സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതമില്ലാത്ത ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാട്, അത് പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ സമസ്ത മേഖലകളും നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നുള്ളത് ഒരു തരത്തിലുള്ള തർക്കമില്ല. അത് നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നതിന്റെ പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും നമ്മൾ പുരുഷന്മാർക്കെതിരെ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ള വിഷയം മാത്രം പറഞ്ഞ് ഇതിനെ സാധൂകരിക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള നിലപാടല്ല. ഇതിൽ കൃത്യമായിട്ട് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും യോജിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് നിയമപരമായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, കാര്യങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുമുള്ള സാധ്യതകളും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാത്രമേ കാണുള്ളൂ. എങ്ങനെയാണെങ്കിലും ഈ ടോയ്ലറ്റിലൊക്കെ പോകുന്ന കാര്യങ്ങൾ അടക്കം നോക്കി ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുന്ന, നടപടികൾ എടുക്കുന്ന ഏത് പ്രമുഖ നടനാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.